ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സൈക്കോളജിക്കൽ ലെവലായ 25,000 എന്നുള്ള ഒരു നില ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നിഫ്റ്റി 50 ഏകദേശം 100-ലധികം പോയിന്റുകളുടെ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നത്. എഗെയിൻ നമ്മൾ സെക്ടേഴ്സിലേക്ക് നോക്കുമ്പോൾ കൂടുതൽ സെക്ടേഴ്സും ഇടിവിലേക്ക് പോകുന്നതാണ് ആദ്യ മിനിറ്റിൽ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്? ജാസ്മിൻ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഏകദേശം ഒരു 0.5% ഒരു ഇടി ഉണ്ടാകുന്നു. 120 പോയിന്റുകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് നിലവിൽ 24,964 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുമ്പോൾ നിലവിൽ 9 കമ്പനികൾക്ക് മാത്രമാണ് നിഫ്റ്റി 50യിൽ നിന്ന് നിലവിൽ ഇപ്പോൾ നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. 41 ഓഹരികളിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 0.25% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇടിവ് നിഫ്റ്റി ബാങ്കിങ് സൂചികയും കാഴ്ചവെച്ചുകൊണ്ട് 55,352 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടക്കുന്നത്. 5 ബാങ്കിങ് ഓഹരികൾ നിലവിലൊരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 6 ബാങ്കിങ് ഓഹരികൾക്കാണ് ഒരു ഇടിവുണ്ടാകുന്നത്. നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ ഒരു ടോപ്പ് ഗെയിനറായിട്ട് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഓഹരികളാണ്. ഏകദേശം 1.25% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭാരത് ഇലക്ട്രോണിക്സിന് സാധിക്കുന്നുണ്ട്. മഹീന്ദ്ര പരിശോധിക്കുകയാണെങ്കിൽ 0.5% മുകളിലുള്ളൊരു നേട്ടം. ലാസൻ ആൻഡ് ടൂബ്രോ 0.5%, ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഓഹരികളിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.25% ഒരു നേട്ടവും രേഖപ്പെടുത്തുമ്പോൾ ബാക്കിയുള്ള കമ്പനികൾ, പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തന്നെ ഏറെ കൂടുതലും ഇടിവിലാണ് തുടരുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നത് IT കമ്പനി HCLനെ സംബന്ധിച്ചിടത്തോളമാണ്. HCL ടെക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.5%-ഓളമുള്ളൊരു ഇടിവ് HCL ടെക്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഏഷ്യൻ പെയിൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 1.25%-ഓളമുള്ളൊരു ഇടിവും JSW സ്റ്റീൽ 1.5%-ഓട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഇടിവും ഇപ്പോൾ രേഖപ്പെടുത്തുമ്പോൾ SBI ലൈഫ് ഇൻഷുറൻസിൻ്റെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1%-ഓളമുള്ളൊരു ഇടിവിലേക്ക് ഓഹരിയും നീങ്ങിയിരിക്കുന്നു. SBI ലൈഫ് ഇൻഷുറൻസ് ഇന്നലത്തെ പുതിയ ഇൻഷുറൻസിലും മറ്റുമൊക്കെ വരുന്ന GST മാറ്റങ്ങളിലും മറ്റുമൊക്കെ ഒരു അടിസ്ഥാനത്തിൽ മികച്ച ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിരുന്ന ഒരു ഓഹരിയായിരുന്നു. ഇന്നലെ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മോഡിലേക്ക് നിലവിൽ ഇപ്പോൾ SBI ലൈഫ് ഇൻഷുറൻസിൻ്റെ ഓഹരി ഇപ്പോൾ കടന്നിരിക്കുന്നു എന്നൊരു വാർത്ത കൂടിയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 55,356 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി ബാങ്കിൽ നിന്നും ഒരു മികച്ച ഒരു നേട്ടം കാഴ്ചവെക്കാൻ സാധിക്കും. നിലവിലിപ്പോൾ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരിക്കാണ് ഏകദേശം 1%-ഓളമുള്ളൊരു നേട്ടം AU സ്മോൾ ഫിനാൻസ് ബാങ്ക് കാഴ്ചവെക്കുമ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഓഹരികൾ 0.25%-ഓളമുള്ളൊരു നേട്ടം രേഖപ്പെടുന്നു. എങ്കിൽ കൂടി മറ്റ് പ്രധാനപ്പെട്ടിട്ടുള്ള ബാങ്കിങ് ഓഹരികളൊക്കെ തന്നെ ഇടിവ് രേഖപ്പെടുന്നു. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു ഇടിവുള്ളത് ബാങ്കിങ് സൂചികയിലെ തന്നെ ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള HDFC ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ICICI ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും 1%-ന് മുകളിലുള്ളൊരു ഇടിവ് ഇപ്പോൾ 2 പ്രധാനപ്പെട്ട ഓഹരികളിലും ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ നിലവിലിപ്പോൾ ഓഹരിയെ പരിശോധിക്കുമ്പോഴും ഈ ഒരു രീതിയിലുള്ളൊരു ഡ്രാഗിങ്ങിലേക്ക് മറ്റൊക്കെ ഇപ്പോഴും നയിക്കുന്നത്. കൂടാതെ ഫെഡറൽ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1%-ന് മുകളിലുള്ളൊരു ഇടിവ് ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരിയിലുണ്ടാകുന്നു. IDFC ഫസ്റ്റ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഏകദേശം 0.5%-ന് മുകളിലുള്ളൊരു ഇടിവാണ് നിലവിൽ ഇപ്പോൾ 2 ഓഹരികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഫാർമ സൂചികൾക്ക് മാത്രമാണ് ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട സൂചികളിൽ നിന്നിപ്പോൾ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സൂചികളും ഒരു ഇടിവിൽ തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് നിലവിലിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ നിഫ്റ്റി മീഡിയ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.25%-ന് മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 1659 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നടക്കുന്നത്. നിഫ്റ്റി മീഡിയയിൽ കമ്പനി വൈസ് പരിശോധിക്കുകയാണെങ്കിലും മറ്റൊക്കെ Zee എൻ്റർടൈൻമെൻറ്റ്സിൻ്റെയും മറ്റൊക്കെ ഓഹരികളിൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു. ഏകദേശം 4.5%-ന് മുകളിലുള്ളൊരു നേട്ടമാണ് Zee എൻ്റർടൈൻമെൻറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലോക്ക് ഡീലും ബൾക്ക് ഡീലും മറ്റൊക്കെ നടന്നു എന്നുള്ള രീതിയിലും മറ്റൊക്കെയുള്ള വാർത്തകളും മറ്റൊക്കെ Zee എൻ്റർടൈൻമെൻറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 4.5%-ന് മുകളിലുള്ളൊരു നേട്ടം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. സാരേഗാമ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 3.25%-ൻ്റെ ഒരു നേട്ടമുണ്ടാകുന്നു. PVR ഐനോക്സ് 1%-ഓളമുള്ളൊരു നേട്ടവും നെറ്റോക്കേറ്റിൻ്റെ ഓഹരികൾക്കും ഏകദേശം 1%-ഓളമുള്ളൊരു നേട്ടവും രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുമ്പോൾ നസാറ ടെക്നോളജീസിൻ്റെ ഓഹരികൾ ഇന്നും ഒരു ഇടിവിൽ തന്നെ നിൽക്കുന്നു. ഏകദേശം 3.5%-ന് മുകളിലുള്ളൊരു ഇടിവ് നസാറ ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഉണ്ടാകുന്നു എന്നൊരു വാർത്ത കൂടിയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഡിഷ് ടിവിയിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം 0.5%-ന് മുകളിലുള്ളൊരു ഇടിവ് ഡിഷ് TV ഇന്ത്യയുടെ ഓഹരികളും നിലവിലിപ്പോൾ രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടായിട്ട് നിലവിലിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ്. CLSA നിലവിലിപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിന് ഒരു ഔട്ട് പെർഫോമൻസ് റേറ്റിംഗ് നൽകിയിരിക്കുന്നു എന്നൊരു കാര്യമാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 1650 രൂപയാണ്. റിലയൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 1420 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ്
രീതിയിലാണ് റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടക്കുന്നത്. നിലവിൽ CLSA റിലയൻസിന് ഈ ഒരു ഔട്ട് പെർഫോമൻസ് നൽകാനായിട്ടുള്ള കാരണമായിട്ട് ഇപ്പോൾ പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ക്യാഷ് ഫ്ലോ പരിശോധിക്കുകയാണെങ്കിലും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ പരിശോധിക്കുകയാണെങ്കിലും മറ്റൊക്കെ മികച്ച രീതിയിലുള്ള ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഇൻക്രീസ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ കസ്റ്റമേഴ്സിൽ നിന്ന് ഏകദേശം ഒരു $5 ബില്യൺ മറ്റൊക്കെ ഒരു ഇൻക്രീസാണ് കമ്പനിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നൊരു കാര്യമാണ് അവരിപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിലും മറ്റൊക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പരിശോധിക്കുകയാണെങ്കിലും ഇൻട്രസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ പരിശോധിക്കുകയാണെങ്കിലും മറ്റൊക്കെ ഏകദേശം പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ ഏകദേശം ഒരു 33% ഇതിപ്പോൾ വളർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ഫ്യൂച്ചർ ഓപ്പറേറ്റിംഗ് ലെവറേജസിലും മറ്റൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ടെൻഷനും മറ്റൊക്കെ ഉണ്ട്. എന്നാലും അത് കാര്യമായ ഒരു രീതിയിലേക്ക് കടന്നിട്ടില്ല എന്നൊരു കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ CLSA ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഇപ്പോഴത്തെ ഒരു ഫോക്കസ് ഏരിയ ആയിട്ട് നിലവിൽ ഇപ്പോൾ CLSA ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ജിയോയെ സംബന്ധിച്ചിടത്തോളം മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പെനട്രേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ജിയോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഇനിയിപ്പോൾ AI മറ്റും ഉപയോഗിച്ചിട്ടുള്ള പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മീഡിയ ബിസിനസ് പരിശോധിക്കുകയാണെങ്കിലും കൺസ്യൂമർ ബിസിനസ്സിലും മറ്റൊക്കെയുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാനുകളും മറ്റൊക്കെ റിലയൻസ് പല രീതിയിലും നടത്തി വരുന്നു. മികച്ച ഒരു എക്സിക്യൂഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കമ്പനിയാണെങ്കിലും ഇതിലുള്ള കമ്പനിയുടെ ഒരു പ്രവർത്തനവും നിലവിൽ ഇപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആകുന്നു എന്നൊരു കൂടിയാണ് നിലവിൽ ഇപ്പോൾ CLSA ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ ന്യൂ എനർജി ബിസിനസ്സിലെയും മറ്റൊക്കെ വാല്യൂ ചെയിൻ്റെയും മറ്റൊക്കെ ഇൻ്റഗ്രേഷനും നിലവിൽ ഇപ്പോൾ റിലയൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നു എന്നും CLSA ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ജിയോയുടെയും മറ്റൊക്കെ IPOയും മറ്റൊക്കെ FMCGയിലും മറ്റൊക്കെ കമ്പനി സ്വീകരിക്കാൻ പോകുന്ന സ്ട്രാറ്റജീസും മറ്റൊക്കെ നിലവിൽ ഇപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആയിട്ടും തുടരുന്നു എന്നൊരു കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ CLSA ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഒരു പോസിറ്റീവ് വ്യൂ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിക്ക് നിലവിൽ ഇപ്പോൾ ഫോറിൻ ബ്രോക്കറേജ് ആയിട്ടുള്ള CLSA ഇപ്പോൾ നൽകിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടിയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. വിപണിയിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 0.5% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 24,967 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് നടക്കുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.25% ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവും ഉണ്ടാകുന്നു. ഇവയൊക്കെയാണ് ജാസ്മിൻ ഈ മണിക്കൂറിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്.